ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇതുപോലൊരു ഒറ്റ ഐറ്റം കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കൂട്ടാനുകളുടെ ആവശ്യം തന്നെ വരില്ല. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയിലേക്ക് പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങക്കായ ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുത്തതും, ഒരു 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറിയതും, പിന്നെ ഒരു ഇല്ലി കറിവേപ്പിലയും, അതുപോലെ ഒരു 8-10 ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ തലയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. തലേൻ്റെ ഉള്ളിലുള്ളതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തലയും കൂടെ കറിയിൽ ചേരുമ്പോഴാണ് കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ കിട്ടുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ മാങ്ങ പുളി എത്രത്തോളമാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് പുളി കുറവുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാ ഐറ്റംസും ഏകദേശം ഒരേപോലെ വേവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഐറ്റംസ് ആണ് എല്ലാം. 3 ചേരുവകളാണെന്നുണ്ടെങ്കിലും, ചെമ്മീനാണെന്നുണ്ടെങ്കിലും, മുരിങ്ങാക്കായ ആണെന്നുണ്ടെങ്കിലും, മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു 4-5 ചെറിയുള്ളിയും 4-5 വെളുത്തുള്ളി അല്ലിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയും ചെമ്മീനും മുരിങ്ങാക്കായൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. മാങ്ങ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കറി ഒന്ന് എത്രയാണോ കട്ടി വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പുളിയൊക്കെ വന്നത് കാരണം പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളകും 1 ഇല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ മുരിങ്ങക്ക മാംഗോ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്